Reading, reading, reading. I don't like, but reading likes me. So, I can't avoid. IELTS സ്പീക്കിങ്ങിന്റെ 10 ടിപ്സ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള IELTS റീഡിങ്ങിന്റെ ടിപ്സ് ആണ്. അതും 10 തന്നെയാണ്. ആദ്യത്തെ 5 എണ്ണമാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് ബിഗിൻ വിത്ത് ദ ഫസ്റ്റ് വൺ. ഈ ലോകത്തിലെ എല്ലാവരെയും സന്തോഷിപ്പിക്കുക എന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. ബിക്കോസ് എല്ലാവരെയും സന്തോഷിപ്പിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. എന്നതുപോലെ തന്നെ IELTSനകത്ത് എല്ലാം വായിച്ച് തികച്ചിട്ട് മാത്രമേ ഞാൻ ആൻസേഴ്സ് എഴുതുകയുള്ളൂ എന്ന് വെച്ചാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. 1 മണിക്കൂറാണ് നമ്മുടെ റീഡിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. 3 സെക്ഷൻസ് ആയിട്ടാണ്. സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3. ഇതൊരു ഡിഫിക്കൽട്ടി സ്കെയിൽ അപ്രോച്ചിലാണ് പോകുന്നത്. ആദ്യത്തേത് വളരെ എളുപ്പം, രണ്ടാമത്തേത് മീഡിയം, മൂന്നാമത്തേത് വളരെ പ്രയാസമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓരോന്നിനും 20 മിനിറ്റ്സ് വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂറാണ് നമ്മുടെ ടോട്ടൽ കൗണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടോട്ടൽ ആർ എന്ന് പറയുന്നത്, ഒരു റീഡിംഗ് ടെസ്റ്റ് ഫിനിഷ് ചെയ്യേണ്ടത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന 1 മണിക്കൂർ 20 മിനിറ്റ് എന്നുള്ള സാധനം എടുക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ആദ്യത്തേത് എളുപ്പമായതുകൊണ്ട് തന്നെ ആദ്യത്തെ ടെസ്റ്റ് ഏറെക്കുറെ ഒരു 12 മിനിറ്റ്സ് കൊണ്ട് ഫിനിഷ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. ഫസ്റ്റ് സെക്ഷൻ വളരെ ഈസി ആയതുകൊണ്ട് തന്നെ 12 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമ്മൾ ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കുക. സോ ബാക്കി എത്ര മിനിറ്റ് ആണ് നമുക്കുള്ളത്? 8 മിനിറ്റ്സ് ആണ്. അതായത് 20 മിനിറ്റ്സ് എന്ന് പറയുന്നതിനകത്തുനിന്ന് 12 മിനിറ്റ്സ് കൊണ്ട് നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് 8 മിനിറ്റ്സ് ആണ് ബാക്കിയുള്ളത്. അപ്പോൾ അത് നമ്മൾ സേവ് ചെയ്യുക. എന്തിനാ സേവ് ചെയ്യുന്നുള്ളത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. സെക്കൻഡ് സെഷൻ എന്ന് പറയുന്നത് വീണ്ടും ഇതുപോലെ 20 മിനിറ്റ്സാണ്. പക്ഷെ സെക്കൻഡ് സെഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ പ്രയാസമുള്ളതായതുകൊണ്ട് 15 മിനിറ്റ്സ് എങ്കിലും എടുത്ത് നമ്മൾ ഫിനിഷ് ചെയ്യണം. സോ ബാക്കി എത്ര മിനിറ്റ് ആയി? 5 മിനിറ്റ്സ്. അപ്പോൾ ഈ 8 + 5 മിനിറ്റ്സും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഉള്ള ആ ടോട്ടൽ ടൈമും കൂടെ ചേർത്ത് നിങ്ങൾക്ക് തേർഡ് സെക്ഷൻ എഴുതാൻ പറ്റും. ബിക്കോസ് തേർഡ് സെക്ഷനകത്ത് ഈ പറയുന്ന 20 മിനിറ്റ്സ് പോരാ. അത് ഡിഫിക്കൽട്ട് സെഗ്മെന്റ് ആണ്, അതുകൊണ്ട് കൂടുതൽ സമയം വേണം. അപ്പോൾ ഈ ആദ്യം നിങ്ങൾ സേവ് ചെയ്ത 8 മിനിറ്റ്സും രണ്ടാമത്തെ സെക്ഷനിൽ നിങ്ങൾ സേവ് ചെയ്ത 5 മിനിറ്റ്സും കൂടെ ചേർത്ത് ടോട്ടൽ ഒരു 35 മിനിറ്റ്സോളം നിങ്ങൾക്ക് എവിടെ കിട്ടുന്നുണ്ട്? തേർഡ് സെക്ഷനിൽ കിട്ടുന്നുണ്ട്. അപ്പം ഇത്രയും വളരെ പ്ലാനിങ്ങിൽ മാത്രം പോയാൽ ഫിനിഷ് ചെയ്യാവുന്ന ഒരു റീഡിങ്ങിനകത്ത് നിങ്ങളെല്ലാം വായിച്ച് തികഞ്ഞിട്ട് മാത്രമേ ആൻസർ എഴുതൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി അത് പോസിബിൾ അല്ല. അപ്പം അതിനെന്താ ചെയ്യേണ്ടത്? ഇതോടുകൂടി തന്നെ നമുക്ക് റൂൾ നമ്പർ 1 കയറാം. ഡോണ്ട് എക്സ്പെക്ട് ടു അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ്. എല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കാം എന്നുള്ള ആ ഒരു ധാരണ ഉണ്ടല്ലോ, അത് വേണ്ട. ചിലതൊന്നും നമുക്ക് മനസ്സിലാവത്തില്ല. എന്തിനേറെ പറയുന്നു, ഞങ്ങളെ പോലെ ട്രെയിനേഴ്സിന് പോലും പലപ്പോഴും റീഡിങ്ങിനകത്ത് വായിക്കുന്ന പല കാര്യങ്ങളും മനസ്സിലാവാറില്ല. സോ എല്ലാം മനസ്സിലായി തികഞ്ഞിട്ട് മാത്രമേ ആൻസർ എഴുതൂ എന്നുള്ള ധാരണയാണെങ്കിൽ അതല്ല, അങ്ങനല്ല. അപ്പം നിങ്ങൾക്ക് 2 കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത്. ഒരു പെർട്ടിക്കുലർ ഫ്രേസ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അതിന്റെ തൊട്ട് മുമ്പത്തെ ഫ്രേസും അതിനുശേഷമുള്ള ഫ്രേസും ആ സെനാരിയോയും ആ ഒരു എന്താ പറയുന്ന ആ സന്ദർഭം എല്ലാം കൂടെ നോക്കി, ആ ഒരു സറൗണ്ടിങ്സ് മുഴുവൻ നോക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ആൻസർ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ മീനിങ് നിങ്ങൾക്ക് എങ്ങനെയും ഒരു ഗസ് വർക്ക് നടത്താൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു രീതിയിലും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. വിടുക, അടുത്തതിലേക്ക് പോകുക, വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ള ഓപ്ഷനാണ്. അപ്പോൾ 2 ഓപ്ഷനാണ്. ഒന്നുകിൽ അതിന്റെ മുമ്പുള്ള സ്റ്റേറ്റ്മെന്റും അതിന് ശേഷമുള്ള സ്റ്റേറ്റ്മെന്റും വായിച്ചിട്ട് ഏറെക്കുറെ അതിന്റെ മീനിങ് ഇതാണെന്ന് ഒരു ധാരണയിൽ എത്തുക. അതല്ല എന്നുണ്ടെങ്കിൽ മൂവ് ഓൺ. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ഓൺ സംതിങ് ദറ്റ് യു ഡോണ്ട് നോ ആൻഡ് യു കനോട്ട് ഫിഗർ ഔട്ട്. ടിപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് പ്രാക്ടീസ് യുവർ റീഡിംഗ് സ്കിൽസ്, നോട്ട് യുവർ IELTS റീഡിംഗ് സ്കിൽസ്. IELTSന് വരുന്ന എല്ലാ പിള്ളേരുടെ ഒരു ധാരണയാണ് അവർ IELTS റീഡിംഗ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ റീഡിംഗ് സ്കിൽസ് അങ്ങ് അടിപൊളിയാവുന്ന, ജീവിതത്തിൽ ഇന്നേ വരെ വായിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ വർഷങ്ങളോളം ഒരു പത്രം പോലും വായിച്ചിട്ടില്ലാത്ത ആളുകളുടെ റീഡിംഗ് സ്കിൽസ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഒന്നേന്ന് തുടങ്ങുന്ന ഒരു അവസരം പോലും നിങ്ങൾ നോക്കാതെ, അങ്ങനെ ഒരു പ്രാക്ടീസ് പോലും ചെയ്യാതെ ആദ്യമായിട്ട് IELTS ടെസ്റ്റിന് വന്നിട്ട് റീഡിംഗ് സ്കിൽസിൽ നിങ്ങൾക്ക് ഭയങ്കരമായ മാർക്സ് കിട്ടുമെന്ന് പറയുന്നത് ഒരു വലിയ അത്ഭുതകരമായ കാര്യമാണ്. റീഡിംഗ് സ്കിൽസ് ഉള്ള ആൾക്ക് മാത്രമാണ് IELTS റീഡിങ്ങിനെ ഒന്ന് ശരിക്കും ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ IELTSന് വരുമ്പം IELTSനകത്തുള്ള ബോറിംഗ് ആയിട്ടുള്ള റീഡിങ്ങിനകത്തേക്ക് കയറി നിങ്ങളുടെ ഉള്ള കോൺഫിഡൻസും കൂടെ നഷ്ടപ്പെടുത്താതെ നിങ്ങളുടെ റീഡിംഗ് സ്കിൽസിനെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ത്രില്ലേഴ്സ് വായിക്കുക, മാഗസിൻസ് വായിക്കുക, ന്യൂസ് പേപ്പേഴ്സ് വായിക്കുക, അങ്ങനെ നിങ്ങൾക്ക് കൈ കിട്ടുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇംഗ്ലീഷ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വായിച്ച് നിങ്ങളുടെ സ്പീഡ്, നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ, നിങ്ങളുടെ ഗ്രാസ്പിംഗ് ലെവൽ, നിങ്ങളുടെ വൊക്കാബുലറി ലെവൽ ഇതെല്ലാം വർദ്ധിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്തിലേക്ക് പോകാം? IELTS റീഡിങ്ങിലേക്ക് പോകാം. മനസ്സിലായല്ലോ? അപ്പൊ ആദ്യമേ തന്നെ IELTS റീഡിംഗ് അല്ല പ്രാക്ടീസ് ചെയ്യേണ്ടത്, നിങ്ങളുടെ റീഡിംഗ് സ്കിൽസിനെ ബെറ്റർ ആക്കാൻ നോക്കുക. അതിലാണ് നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത്. പൊതുവെ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഈ അറ്റവും മൂലവും മാത്രം വായിച്ചിട്ട് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്ന ഒരു കാര്യം. നടി നടനൊപ്പം ഹോട്ടലിൽ എന്ന് കാണേണ്ട താമസം താഴേക്കിടുന്ന കമന്റുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിശയിച്ചു പോകും. അവർ പോലും അറിഞ്ഞിട്ടുണ്ടാവത്തില്ല. നടി നടനൊപ്പം ഒരു സിനിമ
ഷൂട്ട് സംബന്ധമായി ഒരു ഹോട്ടലിൽ നിന്നു, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നതായി കണ്ടു, അല്ലെങ്കിൽ ഒരു നടൻ ഒരു പ്രശസ്ത നടിക്ക് ഒരു സാധനം വിളമ്പി കൊടുത്തു, അങ്ങനെയൊക്കെ എന്തെങ്കിലും വളരെ സില്ലി ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിരിക്കും. പക്ഷേ അതിന്റെ കമന്റ് സെക്ഷൻ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു ലെവലിലേക്ക് എത്തുകയാണ്. ഇതെന്തുകൊണ്ടാണെന്നറിയാമോ? മൊത്തം വായിക്കുന്നില്ല, അറ്റവും മൂലവും മാത്രം വായിക്കുക. എന്തൊരു ഇറസ്പോൺസിബിൾ റീഡിംഗ് ആണത്. നിങ്ങൾ IELTS വായിക്കുന്ന സമയത്ത് ഇൻസ്ട്രക്ഷൻസ് വളരെ ക്ലിയർ ആയിട്ട് മാത്രം വായിക്കുക, ക്ലിയർ ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് വായിക്കുക. ഉദാഹരണത്തിന് ഞാനൊരു ഇൻസ്ട്രക്ഷൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഇവിടെ എന്റെ കയ്യിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അപ്പൊ അതിനകത്തുനിന്ന് റൈറ്റ് 2 words and or a number. റൈറ്റ് 2 words and or a number. ഒന്നുകിൽ 2 words എഴുതുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു നമ്പർ എഴുതുക. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പം 32 കാർഡ്സ് എന്ന് പറയുന്നതിനകത്ത് 32 എന്ന് പറയുന്നത് ഒറ്റ നമ്പറായിട്ടാണ് അതിനെ എടുക്കുന്നത്, അല്ലെങ്കിൽ ഒറ്റ വേർഡായിട്ടാണ് എടുക്കുന്നത്. 13 2 രണ്ട് വേർഡായിട്ടല്ല എടുക്കുന്നത്. 32 എന്ന് പറയുന്നത് ഒരു വേർഡാണ്, ഒരു സിംഗിൾ വേർഡാണ്, ലൈക്ക് എ കോമൺ നൗൺ പോലെ. അപ്പൊ 32 കാർഡ്സ് എന്ന് പറയുന്നതിനകത്ത് ഒരു വേർഡും ഒരു നമ്പറുമാണ് വന്നിരിക്കുന്നത്. ഒരു നമ്പർ 32 ആണ്, കാർഡ്സ് എന്ന് പറയുന്നതാണ് വേർഡ്. അപ്പൊ ഒരു നമ്പറും ഒരു വേർഡ് എന്നുമാണ് അവർ പറയുന്നതെങ്കിൽ കൃത്യം ഒരു നമ്പറും ഒരു വേർഡും. 2 വേർഡും ഒരു നമ്പറും എന്നാണ് പറയുന്നതെങ്കിൽ 2 വേർഡും ഒരു നമ്പറുമാണ് വരേണ്ടത്. വേറൊരിടത്ത് നോക്കിക്കേ, റൈറ്റ് ഓൺലി 2 words. 2 വാക്കുകൾ മാത്രമേ എഴുതാവൂ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഉദാഹരണത്തിന് നിങ്ങളുടെ പാസേജിനകത്ത് റെഡ് ആൻഡ് യെല്ലോ എന്നാണ്, പക്ഷെ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് 2 words എന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ആൻഡ് എഴുതാൻ പറ്റത്തില്ല. റെഡ് കോമ യെല്ലോ എന്ന് മാത്രമേ എഴുതാൻ പാടുള്ളൂ. ബിക്കോസ് ആൻഡും കൂടെ വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? അവിടെ 3 വേർഡ്സ് വരും. അതുകൊണ്ട് തന്നെ ഇൻസ്ട്രക്ഷൻസ് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ വായിക്കുക. ചുമ്മാ അറ്റോ മൂലോ എന്തെങ്കിലും റൈറ്റ് എന്നോ ഡിസ്ക്രൈബ് എന്നോ അല്ലെങ്കിൽ ഒപ്പീനിയൻ എന്നോ കേൾക്കുന്ന ഉടനെ അതിന്റെ ബാക്കി എഴുതാൻ നിൽക്കരുത്. ഫുൾ ക്വസ്റ്റ്യൻ, ഫുൾ ഇൻസ്ട്രക്ഷൻ വായിക്കാതെ ഒരു കാരണവശാലും നിങ്ങൾ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യരുത്. 4ാമത്തെ റൂൾ എന്ന് പറയുന്നത് ഇസ് ഡോണ്ട് പാനിക്. ഒരു കാരണവശാലും പാനിക് ആവരുത്. കാരണം അവിടെ ഇരുന്ന് പാനിക് ആയിട്ട് എന്ത് കാണിക്കാനാണ്? നിങ്ങൾ പാനിക് ആവേണ്ടിയിരുന്നത് ഒരു പക്ഷേ എക്സാമിന് മുമ്പായിരുന്നിട്ടുണ്ടാവണം. അതായത് നിങ്ങളുടെ പ്രാക്ടീസുകൾ പോരാതെ വരുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യത്തിലേറെ കാര്യങ്ങൾ ചെയ്യാതെ വരുമ്പോഴോ ഒക്കെയാണ് നിങ്ങൾ പാനിക്ഡ് ആവേണ്ടത്. പക്ഷെ ഒരു എക്സാം ഹോളിൽ ഇരുന്ന് വളരെ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നിങ്ങളിങ്ങനെ എഴുതി വരികയാണ്, ഒരു ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾ അവിടെ ഇരുന്ന് പാനിക്കായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? വെറുതെ അടുത്ത ഒരു ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഉത്തരം കൂടെ എഴുതാനുള്ള സമയമാണ് നിങ്ങൾ ആവശ്യമില്ലാതെ ഈ പാനിക്ഡായി കളയുന്നത്. അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ആൻസർ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അത് വിടുക, അടുത്തതിലേക്ക് പോകുക. സോ ദാറ്റ് അറ്റ്ലീസ്റ്റ് അടുത്ത 2 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. വെറുതെ നിങ്ങൾ അതിൽ പാനിക്ഡായി അതറിയാതെ നിങ്ങൾ അവിടെ ഇരുന്ന് നമ്പായിട്ടിരുന്ന് ആ ടൈം കളയാതെ വേസ്റ്റ് ചെയ്യാതിരിക്കുക. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. സോ ഡോണ്ട് പാനിക്. ഒരു കാരണവശാലും പാനിക്ഡ് ആവരുത്. ബി റിലാക്സ്ഡ്. ഏറിപ്പോയി കഴിഞ്ഞാൽ അടുത്ത തവണ ഒരു എക്സാം കൂടി എഴുതണം എന്ന് മാത്രമേ ചിന്തിക്കാവൂ. നിങ്ങളൊരു ഭയങ്കര ക്രൂഷ്യൽ മൊമെന്റിൽ കൊണ്ട് എത്തുമ്പോഴല്ല IELTS എക്സാം എഴുതേണ്ടത്. IELTS എക്സാം എന്ന് പറയുന്ന ഒരു വളരെ നാളുകൾക്ക് മുമ്പ് ചിന്തിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഒരു സ്ഥലത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിന്റെ ഒരു തലേ മാസമല്ല നിങ്ങൾ IELTS പോയി എഴുതേണ്ടത്. അതിന് മുമ്പേ നിങ്ങൾ IELTS എഴുതി വെക്കുക എന്നുള്ളതാണ്. അത് നിങ്ങളുടെ പ്ലാനിങ്ങും നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി പോലെ തന്നെ ഇരിക്കും കാര്യങ്ങൾ. IELTS റീഡിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വൊക്കാബുലറി ടെസ്റ്റ് തന്നെയാണ്. അതിലൊരു സംശയമില്ല. നിങ്ങളുടെ വൊക്കാബുലറി അസസ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് വളരെ സുപരിചിതമായ ഒരു വേർഡിന്റെ സിനോണിംസ് അവരവിടെ തരുന്നത്, അല്ലെങ്കിൽ അതിന്റെ പാരാഫ്രൈസിങ് എന്ന് പറയും. ഉദാഹരണത്തിന് ബ്രേക്ക് എന്നുള്ള വേർഡ് ആയിരിക്കത്തില്ല അവിടെ, ഡാമേജ്, ഡിസ്ട്രക്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സിനോണിം ആയിരിക്കും നിങ്ങൾ അധികം യൂസ് ചെയ്തിട്ടില്ലാത്ത. ഫോർ എക്സാമ്പിൾ ഇമ്പോർട്ടന്റ് ആയിരിക്കത്തില്ല, ചിലപ്പോൾ സിഗ്നിഫിക്കന്റ് ആയിരിക്കും, സില്ലി ആയിരിക്കത്തില്ല, ട്രിവിയൽ ആയിരിക്കും അവർ തരുന്നത്. സോ നമുക്കറിയാവുന്ന വളരെ കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു വൊക്കാബുലറിയുടെ സിനോണിമാണ്. ഇതെന്തിനാണ് തരുന്നതെന്ന് അറിയാമോ? നമ്മളുടെ റേഞ്ച് എവിടെയാണെന്ന് അറിയാനാണ്, നമ്മുടെ അസസ്മെന്റ് നടത്താണ് വൊക്കാബുലറിയിൽ. നമ്മളിപ്പോഴും ആ 1ാം ക്ലാസ്സിൽ നിൽക്കുകയാണോ അതോ അവിടുന്ന് നമ്മൾ മേളിലേക്ക് വൈഡ് റേഞ്ച് ഓഫ് സിനോണിംസും വൈഡ് റേഞ്ച് ഓഫ് വാക്കുകളും ഒക്കെ അതിലുള്ള അറിവൊക്കെ നമുക്കുണ്ടോ? ഇസ് ആർ നോളജ് ലിമിറ്റഡ്? നമ്മുടെ നോളജ് വളരെ ലിമിറ്റഡ് ആണോ എന്ന് അറിയാനൊക്കെ വേണ്ടിയാണ് അവർ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള വൊക്കാബുലറി ടെസ്റ്റ് അങ്ങനത്തെ ഡിഫിക്കൽട്ടായിട്ടുള്ള, നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന അല്ലെങ്കിൽ ഗ്രാസ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വേർഡ്സ് അവർ ഈ എക്സാമിനകത്ത് ഉൾപ്പെടുത്തുന്നതിന്റെ റീസൺ അതാ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലായി. ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി എ വൊക്കാബുലറി ടെസ്റ്റ്. 2ാമത്തെ കാര്യം, ഈ വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വേർഡും ബൈഹാർട്ട് ചെയ്യരുത്. ബിക്കോസ് ബൈഹാർട്ട് ചെയ്യുമ്പം നിങ്ങൾ ആ വാക്ക് മാത്രമാണ് ബൈഹാർട്ട് ചെയ്യുന്നത്. അതൊരു സന്ദർഭമായിട്ട് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു സന്ദർഭത്തിൽ ഉപയോഗിക്കുന്നതായിട്ട് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സന്ദർഭം വരുമ്പോൾ നിങ്ങൾക്ക് അത് എവിടെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്നറിയാം. അപ്പം നിങ്ങൾ എൻ്റെ റീൽസും ശ്രദ്ധിച്ചാൽ മതി. എൻ്റെ റീൽസിനകത്ത് ഞാൻ ഇത്ര മെനക്കെട്ട് കോമിക്കലായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നതിൻ്റെ റീസൺ വേറൊന്നുമല്ല. കൊമിക്കലായിട്ടുള്ള സെനാരിയോ ഞാൻ ഉണ്ടാക്കുന്ന ഒരു
സിറ്റുവേഷൻ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ആ സിറ്റുവേഷനിൽ ഈ വേർഡ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പം വളരെ റിലേറ്റബിൾ ആയിട്ട് ഏതൊരു മനുഷ്യനും കടന്നു പോകുന്ന സാഹചര്യങ്ങളാണ് ഞാൻ റീൽസിലൂടെ കാണിക്കുന്നത്. ആ റീൽസിൽ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാവുന്ന വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കാവുന്ന വാക്കുകളാണ്. ചില വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ, ഞാൻ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും ഒരു മനുഷ്യന് ഉപയോഗിക്കാത്ത വാക്കാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. കാരണം ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വളരെയധികം കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സ് മാത്രമാണ് ശരിക്കും ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ റീൽസിലൂടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് സുപരിചിതമല്ല, നിങ്ങൾക്ക് പരിചയമില്ലാത്തതായതുകൊണ്ട് അതിനെ ഒരിക്കലും ജഡ്ജ് ചെയ്യരുത് എന്നുള്ളതാണ്. സോ ഡെഫിനറ്റ്ലി ഇതൊരു വൊക്കാബുലറി ടെസ്റ്റാണ്. വൊക്കാബുലറി നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ ശരിക്കും നിങ്ങൾ വായിച്ച് മാത്രമേ ഇതിനെ നേരെയാക്കാൻ പറ്റത്തുള്ളൂ. ഉദാഹരണത്തിന് നിങ്ങൾ ഹാരി പോട്ടറിൻ്റെ ഒരു ബുക്ക് വായിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും എനിഡ് ബ്ലൈറ്റൻ്റെ ബുക്കുകൾ വായിക്കുക, ഫേമസ് 5 സീക്രട്ട് 7 അങ്ങനത്തെ ഏതെങ്കിലും ഒരു ബുക്ക് വായിക്കുക. ഒരേ വാക്ക് പല സന്ദർഭത്തിനനുസരിച്ച് വരുമ്പോൾ ആ സന്ദർഭത്തിൽ ആ വേർഡ് വരുന്നത് കൊണ്ട് തന്നെ ഒരു ഡിക്ഷണറിയുടെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ മീനിങ് പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് റീഡിങ് ഇസ് ഇഫക്റ്റീവ് ദാൻ മെമ്മറൈസിങ്. മെമ്മറൈസ് ചെയ്യുന്നതിനെക്കാട്ടിലും ആ സിറ്റുവേഷൻ വെച്ച് ആ വേർഡ് പഠിക്കുവാണെങ്കിൽ അത് ഒരിക്കലും നമ്മൾ മറക്കില്ല എന്നുള്ളതാണ്. സോ അങ്ങനെയാണ് വൊക്കാബുലറി പഠിക്കേണ്ടത്. അല്ലാതെ എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോൾ 5 വാക്കുകൾ പഠിച്ചു കഴിഞ്ഞിട്ട് അതിലൊന്നും വലിയ കാര്യമില്ല. ബിക്കോസ് ഈ 5 വാക്കുകൾ ഒരു ദിവസം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ 10 ദിവസം കഴിഞ്ഞ് നിങ്ങൾ മറക്കും എന്നുള്ളതാണ് അതിൻ്റെ രസം. അപ്പം പക്ഷേ സിറ്റുവേഷൻ പരമായിട്ട് നിങ്ങൾ പഠിക്കുവാണെങ്കിലോ അത് ഒരിക്കലും മറക്കില്ല. ബിക്കോസ് ഇന്ന സിറ്റുവേഷനിൽ ഈ വേർഡ് ഉപയോഗിക്കാം എന്നുള്ളത് നിങ്ങളുടെ ബ്രെയിൻ ക്യാപ്ചർ ചെയ്യും. ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു സറൗണ്ടിങ്, ആ പൊട്ടൻഷ്യൽ സിറ്റുവേഷൻ ബ്രെയിൻ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻസിലും അതിനോട് സമത്വമുള്ള അല്ലെങ്കിൽ അതിനോട് ചേർന്ന് വരുന്ന ഏത് സിറ്റുവേഷൻ വന്നാലും ഈ വേർഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു ധാരണ അല്ലെങ്കിൽ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ റീഡിങ്ങിന്റെ 10 ടിപ്സിന്റെ ആദ്യത്തെ 5 ടിപ്സ്, IELTS റീഡിങ്ങിന്റെ 10 ടിപ്സിലെ ആദ്യത്തെ 5 ടിപ്സ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത 5 ടിപ്സ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. Till then, bye bye.